പട്ടിമറ്റം കൈതക്കാട് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദശാവതാര മഹോത്സവത്തിന്റെ ഭാഗമായി തോൽപാവക്കൂത്ത് സംഘടിപ്പിച്ചു. പത്മശ്രീ രാമചന്ദ്ര പുലവരും സംഘവും ചേർന്നായിരുന്നു അവതരണം. ലോകത്തിലെ ആദ്യത്തെ അതിപുരാതന കലാരൂപം എന്നറിയപ്പെടുന്ന തോൽപാവക്കൂത്ത് കാണാൻ അനേകം വിശ്വാസികൾ ക്ഷേത്രാങ്കണത്തിലെത്തി. പട്ടിമറ്റം കൈതക്കാട് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദശാവതാര മഹോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച തോൽപാവക്കൂത്ത് ഭക്തജനങ്ങൾക്ക് കൗതുകം നിറഞ്ഞ അനുഭവമായി. ദശമുഖനായ പുലസ്ത്യ കുലവംശജനായ ലങ്കാമന്നൻ രാവണന്റെ സജ്ജനോപദ്രവം ശോകാത്മകമായിക്കൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ വിദൂഷകരെ? ദുഷ്ടന്മാർ ചെയ്തു വരുന്ന സജ്ജനോപദ്രവം ഋഷീശ്വരന്മാർ നടത്തി വരുന്ന യാഗം, ജപം, തപം ഇതുകളെല്ലാം മുടക്കി വരുന്നു. അതുകൊണ്ട് ഭൂമിദേവി ദുഷ്ടന്മാരുടെ ഭൂഭാരം സഹിക്കാതെ ഗോരൂപമെടുത്ത് ഈ ലോകത്തിൽ സ്തനഹാദികളായ മഹിഷിമാരോടുകൂടി സങ്കടം അറിയിച്ചു കഴിഞ്ഞു. ഇന്ദ്രാദിദേവന്മാരെയും കൂട്ടി സത്യലോകത്ത് ബ്രഹ്മദേവന്മാരെ കണ്ട് സങ്കടം പറയുന്നു. പാലക്കാട് തോൽപാവക്കൂത്ത് കലാകേന്ദ്രത്തിലെ പത്മശ്രീ രാമചന്ദ്ര പുലവരും രാജീവ് പുലവരും സംഘവും ചേർന്നായിരുന്നു അവതരണം. NDG മേനോൻ രാമചന്ദ്ര പുലവരെ വേദിയിൽ പരിചയപ്പെടുത്തി. ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് ജയൻ, ക്ഷേത്രം കമ്മിറ്റി സെക്രട്ടറി അനിരുദ്ധൻ, ക്ഷേത്രം മേൽശാന്തി വാസുദേവൻ നമ്പൂതിരി, ദശാവതാരം ആഘോഷ കമ്മിറ്റി കൺവീനർ സംഗീത് സദാനന്ദൻ, കുന്നത്തുനാട് പഞ്ചായത്ത് 5ാം വാർഡ് മെമ്പർ നവാസ് എന്നിവർ നേതൃത്വം നൽകി. തോൽപാവക്കൂത്ത് എന്ന അതിപുരാതനവും ലോകത്തിൽ തന്നെ ആദ്യത്തെ ദൃശ്യ ശ്രവ്യ സംഗീത നൃത്ത കലാരൂപമായിട്ടുള്ള തോൽപാവക്കൂത്ത് ഭദ്രകാളി ദേവി പ്രീതിക്ക് വേണ്ടി ദേവീ സന്നിധിയിലാണ് ഈ കലാരൂപം അവതരിപ്പിച്ചു വരുന്നത്. കേരളത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് പറയുവാനുണ്ട്. കാരണം കേരളത്തെ തെയ്യവും തിറയും പടയണിയും തോൽപ്പാവക്കൂത്തും കണ്യാറുകളിയും പൊറോട്ട് നാടകം അങ്ങനെ തുടങ്ങിയ നിരവധി കലാരൂപങ്ങളെല്ലാം തന്നെ ദേവിപ്രീതിക്ക് വേണ്ടി, അതായത് ഭദ്രകാളി ദാരികാസുര വധം ചെയ്യാൻ പോയ അതേ സമയത്ത് തന്നെ ആയിരുന്നു അത്രേ രാമരാവണ യുദ്ധം ഉണ്ടായിരുന്നത്. അപ്പം അതുകൊണ്ട് ദാരികവധം കഴിഞ്ഞ ഭദ്രകാളി ശ്രീരാമ രാവണ യുദ്ധം രാവണ നിഗ്രഹം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ദേവിക്ക് രാമരാവണ യുദ്ധം കാണുവാനുള്ള സൗഭാഗ്യം ലഭിക്കാത്തത് കാരണം വളരെ ദേവി പരിതപിച്ചുകൊണ്ട് എനിക്ക് രാമരാവണ യുദ്ധം കാണുവാനുള്ള അവസരം ഉണ്ടായില്ലല്ലോ എന്ന് ഖേദിച്ചപ്പോൾ, നീ യാതൊന്നുകൊണ്ടും ഭയപ്പെടേണ്ട, കർമ്മഭൂമിയാണ്, പരശുരാമനാൽ സൃഷ്ടിക്കപ്പെട്ട പവിത്രമായ നമ്മുടെ കേരളഭൂമിയിൽ പോയി വസിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ ദേവിയെ പറഞ്ഞയക്കുകയാണ്. നിനക്ക് രാമരാവണ യുദ്ധം നിഴൽ നാടക രൂപത്തിൽ കാണുമാറാകട്ടെ എന്ന് ദേവിയെ ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തുകൊണ്ട് ദേവി ഭദ്രകാളി ദേവി ദാരികവധം ചെയ്ത ഭദ്രകാളി ദേവി പല ഭാവത്തിലും രൂപത്തിലും പല ക്ഷേത്രങ്ങളിൽ കുടികൊള്ളുകയാണ്. വല്ലവനാടിൻ്റെ പാലക്കാട്, തൃശ്ശൂർ, മലപ്പുറം ഈ 3 ജില്ലകളിലുമായി പൂരമുത്സവത്തിൻ്റെ കാലങ്ങളിൽ, അതായത് ജനുവരി മാസം മുതൽ ജൂൺ മാസം വരെയുള്ള ആ കാലയളവിൽ 7 ഓരോരോ ഗ്രാമങ്ങളിലും 7 ദിവസം, 14 ദിവസം, 21, 41 ദിവസം രാത്രി 10 മണി മുതൽ നേരം വെളുക്കുവോളം രാമകഥ പാടി ദേവിയെ കേൾപ്പിക്കുന്നതാണ് ഇതിൻ്റെ ഐതിഹ്യം. ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ ലോകത്തിലെ ആദ്യത്തെ അതിപുരാതന കലാരൂപം എന്നറിയപ്പെടുന്ന തോൽപാവക്കൂത്ത് കാണാൻ അനേകം വിശ്വാസികൾ ക്ഷേത്രാങ്കണത്തിലെത്തി. ശ്രീരാമാവതാര ദർശനത്തിലൂടെ ദുരിതശാന്തിയും ദുഃഖനിവൃത്തിയും ഐശ്വര്യലബ്ധിയും തേടിയെത്തിയ ഭക്തർക്ക് 7ാം ദിനത്തിലെ വിശിഷ്ടാനുഭവമായി തോൽപാവക്കൂത്ത്. ന്യൂസ് ഡെസ്ക്, മീഡിയ സിറ്റി, പെരുമ്പാവൂർ.